വെറും മൂഞ്ചിയ പടം വെറും മൂഞ്ചിയ പടം. ലോകേഷിന്റെ പടമേ അല്ല, വെറും വേസ്റ്റ്, പൈസ വേസ്റ്റ്. ഒരു മനുഷ്യൻ കാണും നാട്ടുകാരെ വലിച്ചോണ്ടിരിക്കുക അത്ര തന്നെ. ഇല്ല, ലോകേഷ് മൂവിയാണ്. ഭയങ്കര എന്താ പറയാ, ഓവറായിട്ട് സംഭവങ്ങളൊന്നുമില്ല. മാസ് BGM അടിപൊളി. അനിരുദ്ധിന്റെ മ്യൂസിക് പൊളി പൊളി പൊളി. തലവര പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും മാസ് തന്നെയാണ്. സൂപ്പർ സ്റ്റാർ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, തലവര എപ്പോഴും മാസ് തന്നെയാണ്. ലോകേഷിന്റെ കരിയറിൽ ഏറ്റവും മോശം പടം വിചാരിച്ചിട്ടുള്ള വിജയിലൂടെ ചെയ്ത ലിയോ മാസ്റ്റർ എന്ന് പറയുന്ന പടങ്ങൾ. ലിയോയുടെ സെക്കൻഡ് ഹാഫിന് ശേഷം ലോകേഷിന് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. അമീർ ഖാനെ കൊണ്ടുവന്ന് ബംഗാളിയാക്കി നിർത്തി കളഞ്ഞു. ചുമ്മാ കൊണ്ടുവന്നൊരു കോസ്റ്റ്യൂം ഇട്ട് നിർത്താനാണെങ്കിൽ അമീർ ഖാൻ അവിടെ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. വായിക്കുള്ളൂ. വെറും മൂഞ്ചിയ പടം വെറും മൂഞ്ചിയ പടം. എന്താ പറ്റും, റോളക്സ് വരാതെന്നല്ല, പടത്തിൽ ഒന്നുമില്ല. ഒരു കോപ്പില്ല. അമീർ ഖാൻ വെറും കോമഡി പീസ്. ഒരു കാര്യമില്ല. ലോകേഷിന്റെ പടമേ അല്ല, വെറും വേസ്റ്റ്, പൈസ വേസ്റ്റ്. ഒരു മനുഷ്യൻ കാണുന്നത് നെഗറ്റീവ്, ഫുള്ള് നെഗറ്റീവ്. ഒന്നും മനസ്സിലായില്ല. മൊത്തം പടം തുടങ്ങിയ ഒരു അവസാനം വരെ കിളി പോയായിരുന്നത് മൊത്തത്തിൽ. ഒരു വായിക്കുള്ളില്ല. അങ്ങനെ പടമൊക്കെ നിർത്തി പോകേണ്ട സമയം കഴിഞ്ഞ് കൈയും കാലൊന്നും പൊങ്ങുന്നില്ല. ലിയോക്ക് ഇത് വെച്ച് നോക്കണം എന്ത് ബെറ്റർ സിനിമയാണെന്നറിയോ. ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും മോശം ഫിലിം. വളരെ മോശം. ഒന്നും പറയാനില്ല. കണ്ട് കിളി പോയി വെറുതെ. 3 മണിക്കൂർ എങ്ങനെ തീരുമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നത്. എപ്പോൾ തീരും എന്നുള്ളതായിരുന്നു ഫുള്ള്. സൗബിൻ കുറച്ചെങ്കിലും കൊള്ളാം. വേറെ ഒരു വായിക്കുള്ളൂല. സത്യം. 150 അല്ല, നമ്മൾ 250 മുകളിൽ കൊടുത്താണ്. വേസ്റ്റ് പടം കൊള്ളില്ല. നമ്മൾ ലോകേഷിൻ്റെ പടം എന്ന് പറയുമ്പോഴേ നമ്മളെ കുറച്ച് പ്രതീക്ഷിച്ചല്ലേ വരുന്നത്. ഒരു സംഭവമില്ല. വിക്രമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വിക്രമിൻ്റെ ഒരു 7 അയലത്ത് വന്നിട്ടില്ല. വെറും വേസ്റ്റ്. സ്ക്രിപ്റ്റൊക്കെ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചാൽ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ അതെന്താണ് കഥ, എന്താണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, എന്താണ് സ്റ്റോറി, എന്താണ് ത്രെഡ്, ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഒന്നുമില്ല. വെറും കുറച്ച് സ്ലോ മോഷനിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്താ അതൊരു സിനിമയാവും? അത്രേ ഉള്ളൂ. അമീർ ഖാനെല്ലാം ഒരു കോമഡി ആക്കി വെച്ച് കളഞ്ഞു. നമ്മളൊക്കെ അമീർ ഖാനൊക്കെ ഹൈപ്പൊക്കെ നല്ല പ്രതീക്ഷിച്ച് കോമഡി പീസിനാക്കിയത്. ഫൈറ്റൊക്കെ എന്ന് വെച്ചാൽ ഫുള്ളും ബിൽട്ടപ്പ്. നമുക്ക് വിചാരിച്ച ഒരു പോയിന്റും ഇല്ല. ഫ്ലോപ്പാണ്. സത്യം പറഞ്ഞാൽ മലയാളത്തിൽ പറയണോ ഈ വേറെ വല്ല ലാംഗ്വേജ് പറയണോ? പോക്ക സിനിമ. നാട്ടുകാരെ എടുത്ത സിനിമ വലിച്ചോണ്ടിരിക്കുക അത്ര തന്നെ. ഞാൻ പോപ്കോൺ പോലും മേടിച്ചില്ല. ആയികാശ് എൻ്റെ പോക്കറ്റിൽ ലാഭിച്ച്. ഫസ്റ്റ് ഹാഫിൽ തന്നെ മനസ്സിലായി എനിക്ക്. അതുകൊണ്ട് ടിക്കറ്റിൻ്റെ കായ് മാത്രം പോയി കിട്ടി. പറയാം, മനുഷ്യന് തെറി വിളിക്കാൻ വേണ്ടി തോന്നി, പക്ഷേ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് വിളിച്ചില്ല. അത് കിടിലം പടം. തിരിച്ചൊരു സൂപ്പർ അടിപൊളി. സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര അടിപൊളിയായിട്ട്. ഇല്ല, ലോകേഷ് മൂവിയാണ്. ഭയങ്കര എന്താ പറയാ, ഓവറായിട്ട് സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ഡീസൻ്റ് ആയിട്ട് മാസ് BGM അടിപൊളി. അനിരുദ്ധിന്റെ മ്യൂസിക് പൊളി പൊളി പൊളി. 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല ബ്രോ. അടിപൊളിയായിരുന്നു. ലോകേഷിന്റെ പടമല്ല, വലിയ രസമില്ലായിരുന്നു. ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചൊന്നും വന്നിട്ടില്ല. 3 മണിക്കൂർ സിനിമാറ്റോഗ്രാഫി BGM വൈസൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു എക്സ്പെക്ടേഷൻ്റെ അത്രയും വന്നില്ല. ഇത്രയും ഒരു സ്റ്റാർ കാസ്റ്റ് ഒക്കെ വെച്ചിട്ട് വരുമ്പോഴത്തേക്കിന് ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു. അത്രയൊന്നും എത്തിയിട്ടില്ല. പടം അടിപൊളി. അനിരുദ്ധ് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. കിടുപടം. തലവറ സ്വാഗ് ഇതുവരെ കാണിച്ച രീതിയിൽ, ആക്ഷൻ രീതിയിൽ നല്ല പൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നാഗാർജുന കിഡുമായിരുന്നു. അടിപൊളി. അങ്ങേര് വില്ലണം ചെയ്ത് ഇത് ഫസ്റ്റ് ടൈം ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് കിഡുമായിട്ട് ചെയ്തു. നല്ല കട്ട സ്വാഗ് കൊടുത്ത്. സൗബിൻ എന്നുള്ള ക്യാരക്ടർ അടിപൊളി. അങ്ങേര് വില്ലനായിട്ട് എത്രത്തോളം നല്ല എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം മാസമായിട്ട് ചെയ്തിട്ടുണ്ട്. അമീർ ഖാൻ എന്നുള്ള റോള് നിങ്ങൾ ഒറ്റ സീനേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കണ്ടാൽ മതി. ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ട്, അതും കണ്ടാൽ മതി. LCO ആണോ അല്ലയോ എന്നുള്ളത് തിയേറ്ററിൽ പോയി കണ്ടാൽ മതി. തലവര പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും മാസ് തന്നെയാണ്. സൂപ്പർ സ്റ്റാർ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, തലവര എപ്പോഴും മാസ് തന്നെയാണ്. നെഗറ്റീവ് ഒക്കെ അത് അങ്ങനെയൊന്നും നോക്കുകയൊന്നും വേണ്ട. അത് ചിലപ്പം അത് അവരവരെ കാഴ്ചപ്പാട് അനുസരിച്ചാണ്. പക്ഷേ ഞാൻ കണ്ടത് ഒരു അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. സിനിമ എന്ത് പറയാൻ, പവർ ഹൗസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ലൈറ്റ് ഹൗസ് ആക്കി കളഞ്ഞു. രണ്ടും കണ്ട അവസ്ഥയായി പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അതായത് ലോകേഷിന്റെ കരിയറിൽ ഏറ്റവും മോശം പടം വിചാരിച്ചിട്ടുള്ള വിജയിലൂടെ ചെയ്ത ലിയോ മാസ്റ്റർ എന്ന് പറയുന്ന പടങ്ങൾ. ലിയോയുടെ സെക്കൻഡ് ഹാഫിന് ശേഷം ലോകേഷിന് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. ലിയോയുടെ സെക്കൻഡ് ഹാഫിൽ വീണതാണ് ലോകേഷ്. അതിനുശേഷം തിരിച്ച് കയറിയിട്ടില്ല. ആ അവസ്ഥയിലായിപ്പോയി. അനിരുദ്ധൊന്നും എന്തൊക്കെയോ പണ്ടുന്നുണ്ട്. പക്ഷേ പടം ഇറങ്ങുന്നതിന് മുമ്പ് അറങ്കാതിരട്ടുമേ എല്ലാം നമുക്ക് ഫീൽ ചെയ്ത്. പക്ഷേ പടത്തിൽ നമുക്ക് ഒന്നും തോന്നിയില്ല. അമീർ ഖാനെ കൊണ്ടുവന്ന് ബംഗാളിയാക്കി നിർത്തി കളഞ്ഞു. ചുമ്മാ കൊണ്ടുവന്നൊരു കോസ്റ്റ്യൂം ഇട്ട് നിർത്താനാണെങ്കിൽ അമീർ ഖാൻ അവിടെ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നാഗാർജുന ഒരു രക്ഷയില്ല. നാഗാർജുനയാണ് പടം വയസ്സ് നോക്കുമ്പോഴത്തേക്കും ലോകേഷിന് കണ്ണ് കെട്ടായിരിക്കും ഒരു പടം വേണം. ലിയോ ഉണ്ടായിരുന്നു മാസ്റ്റർ പോലെ. പക്ഷേ വിജയണ്ണനോടെ പണി ലോകേഷ് ആ ലെവലായി. പറഞ്ഞിട്ട് കാര്യമില്ല. തീർന്നു.